ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 10th സ്റ്റാൻഡേർഡിന്റെ ഫിസിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദി വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷന്റെ 6ാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പൊ ഇതുവരെയുള്ള ഭാഗങ്ങൾ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മളുടെ ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കുഞ്ഞി കുഞ്ഞി പാർട്ടുകളായിട്ടാണ് ഓരോ ടോപ്പിക്കും എടുക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് നമ്മളുടെ വീഡിയോസ് അതായത് കുറേ പാർട്ടുകളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. ഈ ഒരു ടോപ്പിക് അല്ലെ, പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സൗണ്ട് വേവ്സ് പഠിക്കുമ്പോൾ ചെറിയൊരു ഭാഗത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ വിഷ്വല് നമ്മളുടെ കണ്ണിൽ ഏകദേശം 1/16 സെക്കൻഡ് അല്ലെ. 1/16 സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു സെക്കൻഡിലുള്ള 16ാമത്തെ അല്ലെ. ഒരു സെക്കൻഡ് നമ്മൾ 16 കഷ്ണമാക്കിയാൽ എത്ര ഉണ്ടാവും, അതിൽ ഒന്നിനെ, ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ കണ്ണിൽ ആ ഒരു വിഷ്വല് പേഴ്സിസ്റ്റ് ചെയ്യുന്നത്. പേഴ്സിസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിലനിൽക്കുന്നത് അല്ലെ. നമ്മളൊരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 1/16 സെക്കൻഡ് അല്ലെ, ഒരു സെക്കൻഡിന്റെ 1/16 പാർട്ടായിട്ടാണ് നമ്മളുടെ കണ്ണിൽ ആ ഒരു വസ്തുവിന്റെ വിഷ്വല് നിലനിൽക്കുന്നത്, പേഴ്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെ. When a burning incense stick is whirled very fast, a ring of fire can be seen. Why? അതായത് നമ്മൾ ഒരു ചന്ദനത്തിരി കത്തിച്ച്, ഒരു ചന്ദനത്തിരി കത്തിച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ചന്ദനത്തിരി നമ്മൾ സ്പീഡിൽ ഇങ്ങനെ കറക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും, ഒരു ഫയറിന്റെ റിങ് കാണാനായിട്ട് പറ്റും അല്ലെ. ഫയറിന്റെ റിങ് കാണാനായിട്ട് പറ്റും. ദിസ് ഈസ് ഡ്യൂ ടു ദ പെക്യുലാരിറ്റി ഓഫ് ഐ കോൾഡ് ദ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. ഇങ്ങനെ നമുക്ക് റിങ് കാണാനായിട്ട് പറ്റുന്നതിന്റെ കാരണം എന്താ, നമ്മളുടെ കണ്ണിന്റെ ഒരു പ്രത്യേകതയാണ്. ആ പ്രത്യേകതയെ വിളിക്കുന്ന പേരാണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. എന്താണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ? പേഴ്സിസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നിലനിൽക്കുക അല്ലെ. വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ച, അതായത് കാഴ്ച നിലനിൽക്കുന്നത് കൊണ്ട് അല്ലെ. നമ്മൾ ഒരു വസ്തുവിനെ കണ്ട് മറ്റൊരു വസ്തുവിനെ കാണുമ്പോൾ അല്ലെ, ആ ഒരു മുന്നേ കണ്ട വസ്തുവിന്റെ ആ ഒരു വിഷ്വല് 1/16 സെക്കൻഡ് അല്ലെ, ഒരു സെക്കൻഡിന്റെ 1/16 നേരം എന്ത് ചെയ്യും, നമ്മളുടെ കണ്ണിൽ തന്നെ നിലനിൽക്കും അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, when we quickly remove an object from our field of vision, the visual experience of that object persists for about 1/16 of a second. This phenomenon is the പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. അതായത് നമ്മൾ ഒരു വസ്തുവിനെ കണ്ടെന്ന് വിചാരിക്കാം. ആ ഒരു വസ്തുവിനെ കണ്ടതിന് ശേഷം ആ വസ്തു നമ്മളുടെ കണ്ണിന്റെ മുന്നിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാലും അല്ലെ, നമ്മളുടെ കണ്ണിന്റെ മുന്നിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു വസ്തുവിന്റെ വിഷ്വൽ എക്സ്പീരിയൻസ് അല്ലെ, ആ ഒരു വസ്തുവിന്റെ വിഷ്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ ഉള്ള ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് നമ്മളുടെ കണ്ണിൽ എത്ര നേരം പേഴ്സിസ്റ്റ് ചെയ്യും, ഒരു സെക്കൻഡിന്റെ 1/16 അല്ലെ. ഒരു സെക്കൻഡിന്റെ 1/16 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ, അത്രയും ഷോർട്ട് ടൈം അല്ലെ, അത്രയും ഷോർട്ട് ടൈം നമ്മളുടെ കണ്ണിൽ ഇങ്ങനെ പേഴ്സിസ്റ്റ് ചെയ്ത് നിൽക്കും. അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. എന്താണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്? ഇത് കുറച്ചും കൂടി സിമ്പിൾ ആക്കി പറയുകയാണെങ്കിൽ, നിങ്ങൾ ഫ്ലിപ്പ് ബുക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഫ്ലിപ്പ് ബുക്ക് അതായത് കുറേ ചിത്രം വരച്ചിട്ടുണ്ടാവും അല്ലെ. കുറേ ചിത്രം ഒരു കുഞ്ഞു കുഞ്ഞി പേപ്പറുകളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിത്രം വരച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ ഒരു പേപ്പർ നമ്മൾ സ്പീഡിൽ മാറ്റുമ്പോൾ അല്ലെ, സ്പീഡിൽ മാറ്റുമ്പോൾ എന്താ, ആ ഒരു ഇമേജ് മൂവ് ചെയ്യുന്ന കളിക്കുന്ന പോലെ നമുക്ക് തോന്നും അല്ലെ. കുറേ പിക്ചേഴ്സ് ഒരുമിച്ച് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത് അല്ലെ. ഒരുമിച്ച് ഇങ്ങനെ വരുമ്പോൾ എന്താ, അത് ശരിക്കും ഒരു വീഡിയോ പോലെ നമുക്ക് തോന്നും അല്ലെ. ശരിക്കും ഡാൻസ് കളിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഇങ്ങനെ വരച്ചതെങ്കിൽ അതിങ്ങനെ സ്പീഡിൽ പേപ്പേഴ്സ് മാറ്റുമ്പോൾ നമുക്ക് അത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതിന്റെ കാരണം എന്താ? യെസ്, അതിന്റെ കാരണമാണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ ഒരു ചിത്രം കണ്ടെന്ന് വിചാരിക്കും. ഈ ഒരു ചിത്രം കണ്ട് 1/16 സെക്കൻഡ് നേരം എൻ്റെ കണ്ണിൽ അത് നിന്ന് തൊട്ടടുത്ത് വേറൊരു ചിത്രം വന്ന് അതും 1/16 സെക്കൻഡ് വന്ന് അല്ലെ, ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ. അപ്പൊ ആദ്യം കണ്ടതിന്റെ ഇമേജ് നമ്മളുടെ കണ്ണിലുണ്ട്, അങ്ങനെ തുടർച്ചയായിട്ട് വരും അല്ലെ. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു വിഷ്വൽ എന്താ, നമ്മളുടെ
ഇങ്ങനെ പേഴ്സിസ്റ്റ് ചെയ്ത് നിൽക്കും അല്ലെ. എത്ര സെക്കൻഡ്? 1/16 ഓഫ് എ സെക്കൻഡ് നേരം നമ്മളുടെ കണ്ണിൽ ഇങ്ങനെ പേഴ്സിസ്റ്റ് ചെയ്ത് നിൽക്കും. അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ നമുക്ക് എന്ത് പറയാം? ഫ്ലിപ്പ് ബുക്ക് അല്ലെ, ഫ്ലിപ്പ് ബുക്ക് നമുക്ക് പറയാം, ഫ്ലിപ്പ് ബുക്ക് പറയാം. പിന്നെ നമ്മളുടെ ഫാനിന്റെ ലീഫില്ലേ, ഫാനിന്റെ ലീഫ് മൂന്നായിട്ടല്ലേ ഉണ്ടാവുക അല്ലെ. ഫാനിന്റെ ലീഫ് ഇങ്ങനെ മൂന്നായിട്ടാണ് ഉണ്ടാവുക. നമ്മളിത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പെർട്ടിക്കുലർ ഇതാണ് നമുക്ക് പറയാനാവില്ല. എല്ലാം കൂടി ഒരുമിച്ചാണ് കറങ്ങുക അല്ലെ. ആദ്യം നമ്മൾ ഇയാളെ കണ്ടിട്ടുണ്ടാവും, ഇയാളുടെ വിഷ്വല് നമ്മളുടെ അതിൽ സ്റ്റോർ ചെയ്യുമ്പോൾക്ക് ഈ ഒരു ലീഫ് ഇവിടെ എത്തിയിട്ടുണ്ടാവും, അപ്പോൾക്ക് ഈ ഒരു ലീഫ് എത്തിയിട്ടുണ്ടാവില്ലേ. അപ്പൊ എന്താ, നമ്മളുടെ കൺമുന്നിൽ ഇങ്ങനെ മിന്നി മാഞ്ഞു കൊണ്ട് നിൽക്കുകയാണ് അല്ലെ. ഇങ്ങനെ ഒരു ഇമേജിന്റെ ആ ഒരു വിഷ്വല് നമ്മളുടെ കണ്ണിൽ പേഴ്സിസ്റ്റ് ചെയ്ത് തൊട്ടടുത്ത് വേറൊന്ന് വന്ന് പിന്നെയും വേറൊന്ന് വന്ന് അങ്ങനെ മിന്നി മാഞ്ഞ് കളിക്കും അല്ലെ. അപ്പൊ എന്താ, ലീവ്സ് ഓഫ് ഫാൻ എന്ന് പറയാം അല്ലെ. ഫാനിന്റെ ലീഫ് അല്ലെ, ഫാനിന്റെ ലീഫ് അല്ലെങ്കിൽ എന്താ ഫ്ലിപ്പ് ബുക്ക്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മളുടെ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷന്റെ എക്സാമ്പിൾ ആണ്. നമ്മളുടെ കണ്ണിൽ എത്ര സമയമാണ് നിൽക്കുക? 1/16 ഓഫ് എ സെക്കൻഡ് നമ്മളുടെ കണ്ണിൽ എന്ത് നിൽക്കും? ആ ഒരു ഒബ്ജക്റ്റിനെ മാറ്റി കഴിഞ്ഞാലും ആ ഒരു ഒബ്ജക്റ്റിന്റെ വിഷ്വൽ എക്സ്പീരിയൻസ് 1/16 സെക്കൻഡ് നിൽക്കും. അതിനെയാണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കാനായിട്ട് പോകുന്നത് ന്യൂട്ടൺസ് കളർ ഡിസ്ക്. The experiment 3.9 clearly show that white light is obtained when the 7 color of light are combined. അതായത് ഇത് ഏതാ എക്സാമ്പിൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രിസം വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പ്രിസം വെച്ചു ഒരു സൺലൈറ്റ് കടത്തി വിട്ടു അല്ലെ. സൺലൈറ്റ് കടത്തി വിട്ടപ്പോൾ 7 കളർ വന്നിട്ടുണ്ട് അല്ലെ. 7 കളർ ഇവിടെ കിട്ടി. ഈ 7 കളറിന്റെ പാത്തിൽ നമ്മൾ വേറൊരു പ്രിസം കൊണ്ടുവന്ന് വെച്ചപ്പോൾ എന്ത് സംഭവിക്കുകയാണ് ചെയ്തത്? നമുക്ക് ഒറ്റൊരു വൈറ്റ് ലൈറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. വൈറ്റ് ലൈറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു എക്സ്പെരിമെന്റ് ആണ് ഫിഗർ 3.9 ഉള്ളത് അല്ലെ. ഇതെന്താ കാണിച്ചു തന്നിട്ടുള്ളത്? നമ്മളൊരു സിംഗിൾ കളർ അല്ലെ, വൈറ്റ് കളർ അടിച്ചു, ഡിസ്പേർഷൻ വഴി 7 കളർ വന്നു. ഈ 7 കളറിനെ നമ്മൾ പിന്നെയും ഒരു പ്രിസത്തിലൂടെ കടത്തി വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ഓഫ് ലൈറ്റ് നടന്നിട്ട് വൈറ്റ് ലൈറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഓക്കെ, white light is obtained when the 7 colors of sunlight are combined. Newton's color disk is a circular disk painted with the color of sunlight in the same order and proportion. ഇതാണ് ന്യൂട്ടന്റെ കളർ ഡിസ്ക്. ഈ ന്യൂട്ടന്റെ കളർ ഡിസ്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ വൈറ്റ് ലൈറ്റിൽ 7 കളർ ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. 7 കളർ ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. ആ 7 കളറും ആ സെയിം ഓർഡർ, നമ്മളൊരു ഓർഡർ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. വിബ്ജിയോർ എന്ന് പറഞ്ഞൊരു ഓർഡർ പഠിച്ചിട്ടുണ്ട് അല്ലെ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലെ. വേവ് ലെങ്ത് കൂടി വരുന്ന രീതിയിൽ അല്ലെ, വേവ് ലെങ്ത് കൂടി വരുന്ന രീതിയിൽ ആ സെയിം ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, what can be observed when it is rotated very fast? What is the reason? ഇനിയിപ്പോൾ ഈ ഒരു കളർ ഡിസ്ക് നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എന്താണ്? നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുക? എന്താണ് കാരണം അല്ലേ? നമ്മൾ ഈ ഒരു കളറ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഒരു മഞ്ഞ എന്ന് പറയുന്ന പോയിന്റിലാണ് നോക്കി നിൽക്കുന്നത്. ഈ ഒരു പോയിന്റിൽ ഞാൻ നോക്കി നിൽക്കുന്നതാന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ മഞ്ഞ എന്നുള്ളത് മാത്രമാണോ എൻ്റെ കണ്ണിൽ ഉണ്ടാവുക? അല്ല, മഞ്ഞ പോയി പച്ച വരും, പച്ച പോയി ബ്ലൂ വരും, ബ്ലൂ പോയി ഇൻഡിഗോ വരും, വയലറ്റ് വരും, റെഡ് വരും, ഓറഞ്ച് വരും അല്ലേ. അതായത് 1/16 അല്ലേ, 1/16 നേരാണ് എൻ്റെ കണ്ണിൽ ഈ ഒരു മഞ്ഞ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞപാട് പച്ച വന്ന് ഇത് വന്ന് എല്ലാ കളറും ഇങ്ങനെ ഉടനടി എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അല്ലേ. അപ്പം എല്ലാ കളറും വരുമ്പോൾ 7 കളറും വരുമ്പോൾ എന്താവും? എൻ്റെ കണ്ണിന് എല്ലാം കൂടി മിക്സ് ആയിട്ട് ഏത് കളറായിട്ട് കാണാനായിട്ടാണ് പറ്റുക? ഏത് കളറാണ് കാണാനായിട്ട് പറ്റുക? വൈറ്റ് കളർ അല്ലേ, വൈറ്റ് കളറായിട്ടാണ് കാണാനായിട്ട് പറ്റുക. ഇതിൻ്റെ കാരണം എന്താ? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച അല്ലെ, പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെ. പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണമാണ് ഈ ഒരു ന്യൂട്ടൺസ് റിംഗിലെ 7 കളറുള്ള ഇതുണ്ട്. 7 കളറും ഓരോരോ കളർ അല്ലെ, ഓരോരോ കളർ മാറിയിട്ടാണ് എൻ്റെ കണ്ണിലേക്ക് വരിക അല്ലെ. അപ്പൊ എല്ലാ കളറും എന്താണ്? മിക്സ് ആയിട്ട് വരുമ്പോൾ അല്ലെ, റീകോമ്പിനേഷൻ നടന്നിട്ട് എന്തായിട്ട് കാണാനായിട്ട് പറ്റും? വൈറ്റ് കളർ ആയിട്ട് പറ്റും. ഇതിന്റെ കാരണം എന്താണ്? പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. When Newton's color disk is rotated very fast, before the visual experience of any one color vanishes from the eye,
ദ റേ ഫ്രം ദ സക്സീഡിങ് കളർ റീച്ചസ് ദ ഐ ഇൻ ക്വിക്ക് സക്സഷൻ അല്ലേ. എന്താണ്, ഞാനിപ്പോൾ ഈ ഒരു കളർ കണ്ടെന്ന് വിചാരിക്കുക, പച്ച എന്നുള്ള കളർ കണ്ടെന്ന് വിചാരിക്കുക, ഇതെൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന്, അതായത് എൻ്റെ വിഷനിൽ നിന്ന് പോകുന്നതിനേക്കാൾ മുന്നേ അടുത്ത കളർ വരും അല്ലേ. ഈ ഒരു കളർ കണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് പോകുന്നതിനേക്കാൾ മുന്നേ ഇത് വരും. കാരണം എന്താ, സ്പീഡിലാണ് നമ്മളിത് കറക്കുന്നത് അല്ലേ. അപ്പം ഇതിങ്ങനെ സ്പീഡിൽ കറക്കുമ്പോൾ അല്ലേ ഓരോരോ കളർ ഉടനടിയായിട്ട് വരും അല്ലേ. അപ്പം നമ്മളെ കണ്ണിൻ്റെ പ്രത്യേകത അല്ലേ, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണം ഇതെല്ലാം കൂടി കമ്പൈൻ ആവും അല്ലേ. കളറൊക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മളുടെ കണ്ണിലേക്ക് എങ്ങനെയാണ് എത്തുക, അപ്പിയേഴ്സ് ഓൾമോസ്റ്റ് white അല്ലേ. ഡ്യൂ ടു ദ ഫിനോമിനൺ ഓഫ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ദ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് ഓൾ കളേഴ്സ് പെർസിസ്റ്റ് ഇൻ അവർ ഐസ് ആൻഡ് അപ്പിയേഴ്സ് ഓൾമോസ്റ്റ് വൈറ്റ് അല്ലേ. നിങ്ങളോട് ചോദിക്കൂ കേട്ടോ, ഈ ഒരു ന്യൂട്ടൺ കളർ ഡിസ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് സ്പീഡിൽ കറക്കുകയാണെങ്കിൽ ഏത് കളറാണ് കാണാം, ഏത് കളറാണ് കാണാം, നമ്മൾ വൈറ്റ് കളറാണ് കാണുക. അതിൻ്റെ കാരണം എന്താ, നമ്മൾ ഒരു കളർ കണ്ട് അതിൻ്റെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് നമ്മളുടെ കണ്ണിൽ നിന്ന് പോകുന്നതിനേക്കാൾ മുന്നേ തൊട്ടടുത്തുള്ള കളേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും അല്ലേ, തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. അപ്പോൾ എന്താ, നമ്മളുടെ കണ്ണിൻ്റെ പ്രത്യേകതയായ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണം ഈ എല്ലാ കളറും കമ്പൈൻഡ് ആയിട്ട് അല്ലേ, ഈ എല്ലാ കളറിൻ്റെയും കമ്പൈൻഡ് എഫക്റ്റ് ആയിട്ട് നമ്മളുടെ കണ്ണിൽ അതൊരു വെള്ള അല്ലെ വൈറ്റ് കളറായിട്ട് കാണാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ, explain the following based on the persistence of vision. When a torch or a burning stick is rotated very fast, a ring of fire is seen. അല്ലേ, എന്താണ്, ഒരു ടോർച്ചോ അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഇൻസെൻസ് സ്റ്റിക്ക് പോലത്തെ അല്ലെ ബേണിംഗ് സ്റ്റിക്കോ നമ്മൾ വെരി ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിംഗ് ഓഫ് ഫയർ കാണാനായിട്ട് പറ്റും. അതിൻ്റെ കാരണം എന്താ, നമ്മളുടെ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ് അല്ലേ. നമ്മൾ സ്പീഡിലാണ് കറക്കുന്നത് അല്ലേ. സ്പീഡിൽ കറക്കുമ്പോൾ ഓരോരോ പോയിന്റിലെയും നമ്മളുടെ വിഷൻ കണ്ണിൽ വേഗം ഇങ്ങനെ വരും അല്ലേ, സക്സഷൻ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. അപ്പം നമ്മളെ കണ്ണിൽ എന്ത് ചെയ്യുക, അത് പേഴ്സിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കണ്ടിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നതായിട്ട് തോന്നും, ഒരു റിങ് ഫോം ചെയ്യുന്നതായിട്ട് തോന്നും അല്ലേ. ഇനി അടുത്ത ഇവിടെ വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റില്ല. നമ്മളുടെ ഫാനിൻ്റെ ലീഫിനെ പറ്റി പറയാം, നമ്മളുടെ ഫ്ലിപ്പ് ബുക്കിനെ പറ്റി പറയാം അല്ലേ. അങ്ങനെ കുറച്ച് ഉദാഹരണങ്ങളുണ്ട് അല്ലേ. ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും എക്സാമ്പിൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മതി. വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുവരെ മനസ്സിലായിട്ടില്ല എങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.